ഉഷകാലം നാം എഴുന്നേൽക്കുക പരനേശുവെ സ്തുതിപ്പാൻ. ഉഷകാലമെന്താനന്ദം നമ്മൾ പ്രിയനോടടുത്തിടുകിൽ. ഉഷകാലമെന്താനന്ദം നമ്മൾ പ്രിയനോടടുത്തിടുകിൽ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഭൗതിക ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകാവുന്ന ഒരവസ്ഥയെക്കുറിച്ച് യാക്കോബ് 4:13 പറയുന്നത്, ഇന്നോ നാളെയോ ഞാൻ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും. ഈ വിധത്തിൽ ചിന്തിച്ച ധനവാനും എന്നാൽ ഭോഷനുമായ മനുഷ്യൻ പറയുന്നത്, ഞാൻ എൻ്റെ കളപ്പുരയെ പൊളിച്ച് പണിയും, അതിലെൻ്റെ സമ്പത്തെല്ലാം കൂട്ടിവെച്ച് തിന്ന് കുടിച്ച് ആനന്ദിക്കും. ഭൗതിക ജീവിതത്തിലെ ഈ ചിന്ത തെറ്റെന്ന് പറയുന്നില്ല. എന്നാൽ അതോടൊപ്പം ആത്മീക ജീവിതത്തിലും ചില ചിന്തകൾ ഉണ്ടാവണം. അവ എന്തെന്ന് 1 പത്രോസ് 1:17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അവ എന്തൊക്കെ നമുക്ക് ചിന്തിക്കാം. 1. എല്ലാവരും ദൈവിക സിംഹാസനത്തിന് മുൻപിൽ ന്യായവിധി കാത്ത് നിൽക്കേണ്ടുന്നവരാണ് എന്ന് നാം ഓർക്കണം. 1 പത്രോസ് 1:21. ഇവിടെ നാം അന്യരും പരദേശികളുമാണ്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല. അതുകൊണ്ട് ഈ ഭൂമിയിലെ പ്രവാസകാലം വളരെ ഭയത്തോടെ കഴിക്കണം. എന്തുകൊണ്ടെന്നാൽ ന്യായവിധിയുടെ ഒരു ദിനം ഉണ്ട്. അന്ന് ന്യായസിംഹാസനത്തിൻ്റെ മുൻപിൽ നാം നിൽക്കേണ്ടവരാണ്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. 2 കൊരിന്ത്യർ 5:10 വാക്യം. ജീവൻ്റെ പുസ്തകവും ന്യായവിധിയുടെ പുസ്തകവും തുറക്കുന്ന ഒരു നാൾ ഉണ്ട്. അന്നാണ് പ്രവൃത്തികൾക്കനുസരിച്ചുള്ള ന്യായവിധി ഉണ്ടാകുന്നത്. വെളിപ്പാട് 20:12 മുതലുള്ള വാക്യങ്ങൾ. മത്തായി 16:27 കർത്താവ് പറയുന്നത്, മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരുമായി വരികയും അന്ന് ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക ഫലം നൽകുകയും ചെയ്യും. ഈ ഭൂമിയിലെ ന്യായാധിപന്മാർ മിക്കവരും മുഖപക്ഷം കാണിക്കുന്നവരും ആണ്. അതിനാൽ ശിക്ഷാവിധിക്ക് ഇളവ് ഉണ്ടാവും. എന്നാൽ ദൈവം മുഖപക്ഷം കാണിക്കാത്ത ന്യായാധിപനാണ്. ഗലാത്യർ 2:6, റോമർ 2:11. അതുകൊണ്ട് മുഖം നോക്കാതെ ന്യായവിധി നടക്കും. ന്യായവിധി നാളിനെക്കുറിച്ച് അതുകൊണ്ട് എപ്പോഴും ഒരു ചിന്ത നമ്മിലുണ്ടാകണം. ന്യായവിധിയെക്കുറിച്ചുള്ള ഓർമ്മ പാപത്തിൽ വീഴാതെ നമ്മെ വിശുദ്ധിയിൽ നിലനിർത്തും. അതുകൊണ്ട് ദിനംതോറും ജീവിതത്തെ പരിശോധിച്ച് വീഴ്ചകളെയും പിന്മാറ്റത്തെയും കാണണം. യെശയ്യാവിനെ പോലെ അശുദ്ധിയെ കണ്ട് പറവാൻ കഴിയും, കർത്താവേ, ഞാൻ ശുദ്ധിയില്ലാത്ത മനുഷ്യനാ. ഈ ഏറ്റുപറച്ചിൽ ന്യായവിധിയിൽ വീഴാതെ നമ്മെ സൂക്ഷിക്കും. 2. നമ്മെല്ലാവരും ക്രൂശിൻ്റെ ദർശനം കാണുവാനായി ക്രൂശിനോട് ചേർന്ന് നിൽക്കണം. വാക്യം 18-19 വാക്യങ്ങൾ. ക്രൂശിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ എത്ര വലിയത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. റോമർ 6:23. നമ്മെ പാപമരണത്തിന് വീണ്ടെടുക്കുവാൻ ദൈവം നൽകിയ ശിക്ഷ വളരെ വലുതായിരുന്നു. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തമാണ് അതിനായി നൽകിയ വില. 1 പത്രോസ് 1:19. അടിമകളെ വീണ്ടെടുക്കുവാൻ പുരാതന കാലത്ത് നിശ്ചയിച്ച വില നൽകണമായിരുന്നു. ക്രൂശിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ പാപത്തിൻ്റെ അടിമത്തത്തിൽ നമ്മെ വീണ്ടെടുക്കുവാൻ ദൈവം നൽകിയ വിലയുടെ മഹത്വം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കൂ. ആടുകളുടെയും കാളകളുടെയും രക്തമല്ല, പിന്നെയോ ദൈവപുത്രൻ്റെ നിർദോഷവും നിഷ്കളങ്കവുമായ രക്തമായിരുന്നു അതിനായി നൽകിയ വില. എബ്രായർ 9:11-12 വാക്യങ്ങൾ. ക്രൂശിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ നമ്മിൽ വന്നുപോയിട്ടുള്ള പാപത്തിൻ്റെ ഹീനമായ രൂപം കാണുവാൻ കഴിയും. അതുകൊണ്ട് ദിനംതോറും ക്രൂശിനോട് ചേർന്ന് നിന്ന് ക്രൂശിലേക്ക് നോക്കണം. അപ്പോൾ നമുക്ക് വേണ്ടി ജീവൻ നൽകിയ സ്നേഹത്തെ കാണുവാൻ കഴിയും. അതോടൊപ്പം യേശുവിൻ്റെ സ്നേഹം അനുഭവിക്കുന്ന നമുക്ക് മറ്റുള്ളവരെ സ്നേഹിപ്പാൻ കഴിയുന്നവരായി രൂപാന്തരപ്പെടുവാനും കഴിയും. 3. നാം എല്ലാവരും അധിക താമസമെന്നേ സ്വർഗത്തിൽ കർത്താവിനോട് കൂടെ ഇരിക്കേണ്ടവരാണ് എന്ന്
ദിനംതോറും ഓർക്കണം. 1 പത്രോസ് 1:21. ഇവിടെ നാം പരദേശികളാകുന്നുവെങ്കിലും കർത്താവ് നമുക്കായി നിലനിൽക്കുന്ന ഒരു ഭവനം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. സ്ഥലമൊരുക്കിയാൽ ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും. യോഹന്നാൻ 14:2-3 വാക്യങ്ങൾ. നമ്മുടെ ജീവനായ ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ അവനോടുകൂടി തേജസ്സിൽ നാമും വെളിപ്പെടേണ്ടുന്നവരാ. കൊലോസ്യർ 3:4. അന്ന് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി അവൻ രൂപാന്തരപ്പെടുത്തും. ഫിലിപ്പ് ലേഖനം 3:21 വാക്യം. ഈ ലക്ഷ്യം പ്രാപിപ്പാനായി നാം ദിനംതോറും കർത്താവിനായി കാത്തിരിക്കണം. ഈ ലോകത്തിലെ കഷ്ടതകളിൽ വിശ്വാസി ദുഃഖിക്കേണ്ടുന്നവനല്ല. എന്തുകൊണ്ടെന്നാൽ കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത, ആരുടെയും മനസ്സിൽ തോന്നിട്ടില്ലാത്ത അനുഗ്രഹകരമായ ഒരു അനുഭവം സ്വർഗത്തിൽ നമുക്കായി സൂക്ഷിച്ചിട്ടുണ്ട്. ആ അനുഗ്രഹം പ്രാപിപ്പാനായി കർത്താവിനോട് ചേർന്ന് നിൽക്കണം. അങ്ങനെ നമ്മളുടെ ഓട്ടം സ്ഥിരതയോടെ നാം ഓടണം. കർത്താവെ, ക്രൂശിനോട് ചേർന്ന് നിൽപ്പാനും ഒടുക്കം രൂപാന്തരപ്പെട്ട് സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരുവാനും എന്നെ സഹായിക്കണമേ. ആമേൻ. ലോകത്തിലെനിക്കില്ല യാതൊന്നും എന്റെ കൂടന്നു പോരുവാൻ. ലോകത്തിലെ